സൂചിപ്പിച്ച പോലെ ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം ദുരിതാശ്വാസ ഫണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം ആളുകൾ ചർച്ച ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ വഴിയായാണെങ്കിലും അവരുടെ സംഭാഷണങ്ങളിലാണെങ്കിലും ദുരിതാശ്വാസ ഫണ്ടിൻ്റെ വിനിയോഗം എങ്ങനെയാണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഗുണമുണ്ട്. ഒന്ന്, ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് ജനങ്ങളിലേക്ക് അറിയുന്നുണ്ട്. ദോഷം എന്ന് പറയുന്നത് വളരെ ആവശ്യഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ വരുന്ന പോലെ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അത് മുഴുവൻ നമ്മളെ കൊണ്ട് തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുന്നതോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറിയാൽ നാളെ തൊട്ട് തിരുത്താമെന്ന് മനസ്സിലുള്ള ആളുകളല്ല ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും കൂടിയുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ എന്തോരം അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, കൊടുക്കരുത് എന്ന് പറയുന്നത്. അങ്ങനത്തെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. അതെ. അതിലേറ്റവും വലിയ രസമുള്ളത് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഫണ്ടാണ് ഇത്. ദുരിതാശ്വാസ ഫണ്ട് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു നിധിയെക്കുറിച്ച് മനസ്സില്ലാത്ത ആളുകളാണ് കാര്യങ്ങൾ മുഴുവൻ ഇത് കൊണ്ടാടുന്നത്, ചർച്ച ചെയ്യണം. അവർ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ തീരുമാനിക്കാൻ തെറ്റൊന്നുമില്ല. ഇപ്പോൾ നിനക്ക് തോന്നണ് എനിക്ക് കാശ് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു നിർബന്ധമില്ല. മറിച്ച് സാമൂഹിക ബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്തമുള്ള ഒരാളെന്നുള്ള രീതിയിലേക്ക് കൊടുക്കണം എന്ന് തോന്നുന്നു. കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അടുത്ത ആൾ കൊടുക്കാൻ പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ വേറൊരാൾ പറയുകയാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഇന്ന സംഘടന വഴി കൊടുക്കാൻ പറ്റും, ഒരു സംഘടന സ്ഥാപനം വഴിയാണ് എൻ്റെ സംഘടന എക്സ് ആണ്, ഞാൻ അത് വഴി കൊടുക്കുള്ളൂ, വഴി എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അതായത് എൻ്റെ എക്സ് ആണ് നിങ്ങളെ വഴി, നിങ്ങളെ വഴിയാണ് എൻ്റെ എക്സ്. പക്ഷേ നിലവിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ സംഭവം ഇതാണ്. അതാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾ എക്സോ എൻ്റെ വയ്യോ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യപ്പെടുക? ഈ എക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ചിലപ്പോൾ ഓഡിറ്റ് ചെയ്യണ്ടാവില്ല, ഓഡിറ്റ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടാവില്ല. നമ്മളുടെ വിശ്വാസം മാത്രമാണ്. മറ്റേതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്കോ തനിക്കോ അടുത്ത ആൾക്കോ നോക്കാം. ഇതിലിപ്പോ ഒരു കൃത്രിമം നടന്നാൽ തന്നെ അത് കണ്ടുപിടിക്കാൻ സംവിധാനങ്ങളുണ്ട്. ഓരോ ദിവസവും കൃത്രിമം നടന്നാൽ കണ്ടുപിടിക്കുന്ന സംവിധാനമുണ്ട്. അത് മാത്രല്ല, കൃത്രിമം നടക്കുകയാണെന്ന് വിചാരിച്ചു, ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ഇതിലൊരു കൃത്രിമം നടക്കാന്നുള്ളതാണ്. ഇത് നടന്നു കഴിഞ്ഞാല് ആ നടത്തിയ ആള് ലൈബിളാണ്. അയാൾ ലൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സർവീസ് ബുക്ക് വരെ ലൈബിളാണ്. അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ് ഇങ്ങനത്തെ പരാതികൾ കുറഞ്ഞതാണ്. പിന്നെ ഇന്ത്യയിലെ പരാതികളുള്ള സംവിധാനം. അതായത് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മാധ്യമങ്ങളടക്കം പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സമ്മതിക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കുറഞ്ഞ പരാതികൾ വന്നിട്ടുള്ളത്? ഫേസ്ബുക്കിൽ അയാളെടുത്തു ഇയാളെടുത്തു എന്ന് പറയുന്ന പരാതിയല്ല, എവിഡൻസ് ഉള്ള പരാതികൾ ആരെങ്കിലും ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് ഏറ്റവും കൃത്യമായി വിശദീകരണം കൊടുക്കുന്നത്. ആരോപണങ്ങൾ ഒരുപാട് ഉയർന്നുണ്ടായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരണം കൊടുക്കുന്ന ഫണ്ട് കേരളത്തിന്റെ ഫണ്ടാണെന്നുള്ളതാണ്. പിന്നെ അതിലുപരി ഏറ്റവും വലിയൊരു കാര്യം, ഒരു എക്സ് എന്ന് പറഞ്ഞ ആൾക്കൊരു സഹായം കിട്ടുമ്പോൾ ഈ സഹായം ഇതിലൂടെ കൊടുക്കുമ്പോൾ അയാൾക്ക് തോന്നുന്നു സർക്കാർ കൊടുക്കുമ്പോൾ അത് അയാളുടെ ഒരു റൈറ്റ് ആയിട്ട് ആൾക്ക് തോന്നുന്നു, അത് അയാളുടെ ഒരു അവകാശമായിട്ട് ആൾക്ക് തോന്നുന്നു. മറ്റൊരു സംഘടന, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ട മിനിമം മര്യാദ മറ്റൊരു സ്ഥാപനം കൊടുക്കുന്നു അല്ലെങ്കിൽ ചില വ്യക്തികൾ കൊടുക്കുമ്പോൾ അവർക്കൊരു റൈറ്റ് പോലെ, അവരുടെ ഒരു ലൈബിലിറ്റി പോലെ. പണ്ട് നമ്മ പറയാറുണ്ട്, പലയിടത്തും വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ലൈഫ് മിഷൻ. അങ്ങനെയല്ല, അവന്റെ വീടിന്റെ മുന്നിൽ ഇന്നൊരാളുടെ ഷഷ്ടിപൂർത്തിയുടെ ഭാഗമായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നോ സംഘടന കൊടുക്കുന്ന വീടിനേക്കാൾ ഉപരി ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന രണ്ടാണ്. അവനവന് അവകാശപ്പെട്ടാണ്. അവനെന്തുകൊണ്ട് ലൈഫിന് വീട് കൊടുക്കേണ്ടി വന്നേ? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ ഭാഗം അയാൾക്ക് സ്ഥലമോ വീടോ ഇല്ല. അങ്ങനെ ഇല്ലാത്ത ആളുകളെ സഹായം കൊടുക്കുന്നത്, സത്യം പറഞ്ഞ വീടില്ലാത്തവർക്ക് 3 സെന്റ് സ്ഥലത്തിനും സഹായമുണ്ട്, ഇനി സ്ഥലമുള്ളവർക്ക് വീടിന് സഹായമുണ്ട്. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സഹായം ഉണ്ടാവേണ്ടതാണ്. ഞാനും താനും അവനൊക്കെ വീടുണ്ടാവേണ്ട ആളുകളാണ്, അവനില്ല. അതിനൊത്ത് സമൂഹത്തിന് ലയബിലിറ്റി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ചെറിയ പങ്ക് വഹിക്കാൻ വേണ്ടി സമൂഹം നോക്കണം. അതേ ലോ തന്നെ ഇവിടെ അപ്ലിക്കബിൾ ആവുക. പിന്നെ ഇതിലിപ്പോ നമ്മൾ ചില ആളുകൾ വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളെയും മറ്റൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന ഒരു
ചില ആളുകൾക്ക് മാത്രമാണ് ഒരു ഹെവി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് വലിയ എമൗണ്ടുകൾ ഇനി അവരെങ്ങനെയാ കൊടുക്കുക? അവര് മിക്കവാറും അവരുടെ വലിയൊരു പരിമിതി ഉണ്ട്. വ്യക്തിപരമായിട്ട് കൊടുക്കുക, നേരിട്ട് കൊടുക്കാന്ന് പറഞ്ഞ ആളുകൾ ഇവിടുന്ന് വയനാട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന 10 പേരെ കണ്ടിട്ട് കൈ വെച്ച് കൊടുക്കുന്നത് പ്രായോഗികമല്ലോ. അയാൾക്ക് വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിനെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ ഏജൻസി ആളാവാം, ഒരു ഗ്രൂപ്പ് ആവാം, സംഘടന. ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഇയാളെങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ സംഘടന എങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് ഗവൺമെന്റ് എങ്ങനെ ചെയ്യുന്ന അതിനേക്കാളോ അതിനോടൊപ്പം നിൽക്കുന്ന സംഘടനകൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരു സംഘടന ശരി, ഒരു സംഘടന തെറ്റുന്നില്ല. പക്ഷെ ആ സംഘടനയ്ക്കൊന്നും ലയബിലിറ്റി ഇല്ല. അവർക്ക് നാളെ സമൂഹത്തിന്റെ മുന്നിൽ. അതെ, മാത്രല്ല നാളെ ഇപ്പൊ ഇത് ചെയ്യാന്ന് പറഞ്ഞ ആളുകള് ചെയ്തില്ലെങ്കിലും നമ്മൾ എങ്ങനെയാ പോയിട്ട് അത് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ തന്നെ ഒരുപാട് സഹായങ്ങള് നല്ല മനസ്സുകൾ നാട്ടില് ഡെയിലി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെറുതായിട്ടും കണ്ട ആവശ്യമില്ല, സംഭാവനകളെ ചെറുതായി കണ്ടതില്ല. പക്ഷെ ഈ പ്രഖ്യാപിക്കപ്പെടുന്ന സംഘടനകള്, ഈ സംഭാവനകള്, വാഗ്ദാനങ്ങള്, ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടാം? അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും ആ വാഗ്ദാനങ്ങൾ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അത് ചെയ്തിട്ടുണ്ടോന്ന് അടുത്തടുത്ത കാലത്ത് എക്സ് എന്ന് പറഞ്ഞ സംഘടനയ്ക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ ചെയ്യാൻ പറ്റില്ല. പൊതുജനങ്ങൾക്ക് പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. എന്തടിസ്ഥാനത്തിൽ ചോദിക്കാം? താൻ കൊടുത്തു. ഗവൺമെന്റിനോട് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മദ്യപാനി മോശം ആളെന്നുള്ളതല്ല. മദ്യപാനം അയാളുടെ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് അയാൾ മദ്യത്തെ അഭയം തേടുന്ന ആളോ അല്ലെങ്കിൽ മദ്യ ആഘോഷത്തിന് വേണ്ടി ചെയ്യുന്ന ആളോ. ഒരു മദ്യപാനിക്ക് പോലും ബീവറേജിൽ നിന്ന് 1 കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോ എന്റെ കാശാണ്, അതിന്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കാവുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ട്. ഈ ഫണ്ടിലേക്ക് കൊടുത്തുന്ന ആള് ഇപ്പോ ഉത്തരവാദിത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ, ചീഫ് സെക്രട്ടറി, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഇപ്പൊ ഞാൻ പറയാൻ പോണ്ട കാര്യം, ക്യാപ്റ്റൻ എന്നുള്ളതൊന്നും നമ്മൾ ചുരുക്കി കണ്ട ഒരു വാക്കല്ല. ഓരോ ദിവസം പുതിയ പുതിയ എന്റെ 1 മാസം ശമ്പളം കൊടുക്കാന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോ അയാൾ അന്നത്തെ ക്യാപ്റ്റനാണ്. എല്ലാ MLA-മാരും പറയുമ്പോൾ ഏറ്റവും നമുക്കറിയാണ്ടല്ല, പ്രളയകാലത്ത് ഏറ്റവും വലിയ ക്യാപ്റ്റൻ നൗഷാദായിരുന്നു. ആ ചെറിയ ഷോപ്പിൽ എല്ലാ തുണിയും കൊടുത്ത ഒരാളാണ് ഏറ്റവും വലിയ ക്യാപ്റ്റനായി മാറുന്നത്. അപ്പോ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമാകുമ്പോ നമ്മള് സർക്കാരുകളെ മറ്റാരെയും കുറ്റം പറയാണ്ട് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ട് ബാക്കി പിന്നീട് ഓഡിറ്റ് ചെയ്യണം. അത് 2 കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. അതില് നമ്മളുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷയം വരുമ്പോഴാണ് അതിനെ ഓഡിറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് കൊറോണ വരുമ്പോ ഓൺ ദ സ്പോട്ട് PM ഫണ്ട് വരുന്നു. അപ്പോ അന്ന് പറഞ്ഞൊരു കാര്യം, PM ഫണ്ടിന് ഓഡിറ്റില്ല. PM ഫണ്ടിന് ഓഡിറ്റില്ല എന്നുള്ളതൊരു വിഷയമാണ്. അത് അതിന്റെ തലങ്ങളിൽ വിവിധ കാലങ്ങളിൽ ഉന്നയിക്കണം. പക്ഷെ കൊറോണയുടെ സാഹചര്യത്തിൽ അവിടെ ഒരു കളക്ഷൻ നടക്കുമ്പോൾ ഇതിന് ഓഡിറ്റില്ല എന്ന് പറയുന്നതല്ല ശരി. മറിച്ച് അവിടെ സംഭാവന കൊടുത്തു കഴിഞ്ഞിട്ട് ആ സംഭാവന എവിടെ, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിശ്വാസക്കുറവുണ്ട്, എങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കണം. ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇവിടെ ആകുമ്പോൾ ആ ചോദ്യത്തിന്റെ വിഷയമില്ല, ഓൾറെഡി ഇത് ഓഡിറ്റബിളാണ്. അതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 5-6 ലെവൽ ഓഡിറ്റിംഗ് ഉള്ളൊരു പരിപാടിയാണ് മുഖ്യമന്ത്രി ഫണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയത്തില് ഒരു വലിയ സെലിബ്രിറ്റികൾക്കോ അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാർക്കോ അല്ലാണ്ട് ഒരു പരിധി വിട്ട് ഈ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അത്രയും ഫണ്ട് വലിയ ബിസിനസ്സുകാർ ചെയ്യുന്നത് പറയുമ്പോഴും അവർക്കത് അവരുടെ ബാധ്യതയല്ല. അത് അവരുടെ നമ്മള് ഔദാര്യം പറഞ്ഞിട്ട് അവർ നല്ല മനസ്സിൽ ചെറുതാക്കരുത്. എന്നാൽ പോലും മനസ്സലിവ് മാത്രമാണ്. കാര്യം സിമ്പിളാണ്. മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് വരെ അത് മോഹൻലാലിനോ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ അതൊരു ബാധ്യതയല്ല. മറിച്ച് ഗവൺമെന്റിന് ആര് പറഞ്ഞില്ലെങ്കിൽ അത് ബാധ്യതയാണ്. അവിടെ സ്കൂൾ പുതിയത് വരണം, അവിടെ പുതിയ വീട് വരണം, അവരുടെ പഠനം നടക്കണം, കിട്ടുന്ന ആൾക്കാർക്ക് അത് അവരുടെ ഒരു അവകാശമാണ്, സർക്കാർ ഞങ്ങൾക്ക് തരേണ്ട പോലെ. സ്റ്റേറ്റിന്റെ ആളുകളാണ് ഇതിൽ അവരൊരു സ്വകാര്യത അല്ലെങ്കിൽ അവരൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുണ്ട്. അതെ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ എന്താണ്, ഒരു ജനതയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ കരം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് ഏറ്റവും മികച്ച ജീവിത സൗകര്യങ്ങൾ. അതിൽ വലിയൊരു ഇതില് ഇപ്പോ സ്റ്റേറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോ ഈ ഇതിനെ ഇങ്ങനെ ക്യാമ്പയിനുകൾ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഇവര് സ്ഥാപനം വഴിയും കൊടുക്കണ്ടാവില്ല, സംഘടന. അത് അത്രേ ഉള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ കാശ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ മുമ്പ് കൊടുക്കാറില്ല എന്ന് തന്നെയാണ്. അതിനകത്ത് നമുക്ക് അങ്ങനെ കാണാവുന്ന ചില ആളുകൾ ഈ ക്യാമ്പയിനുകൾ വീണ് കഴിഞ്ഞിട്ട് ഈ ക്യാമ്പയിൻ ആളുകൾ ദുർബലരാണ്. അവര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അവർക്ക് ഈ ഏജൻസി അല്ല,
അടുത്ത ഏജൻസിയാണ് കൊടുക്കേണ്ടത്. അതിൽ ഒരു കാര്യം നമുക്ക് അഭിപ്രായമായിട്ട് പറയാനുള്ളൂ, ഒന്ന് അവർ ഏറ്റവും വിശ്വാസമുള്ള ഏജൻസിക്ക് കൊടുക്കുക, ഒരു തെറ്റില്ല. ഭാവിയിൽ അവർക്ക് ബോധ്യപ്പെടും ആ ഏജൻസിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ ഏജൻസിയുടെ മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്താന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുടെ ഫാക്ട് എന്താണ്. ഇപ്പൊ ഫാക്ട് ചെക്ക് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രളയത്തിന് എന്തൊക്കെ നടന്നു, പ്രളയ ഫണ്ട് എന്തൊക്കെ നടന്നു, അതോടൊപ്പം തന്നെ ആളുകളുടെ വളരെ യുക്തിസഹമായ ചോദ്യങ്ങളെ നേരിടാൻ വേണം. അപ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി വരിക. ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, അതായത് ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് സഹായം നിൽക്കാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവരുടെ ചോദ്യം ന്യായമാണ്, ചോദിക്കാൻ അവകാശമുണ്ട്. അതിനകത്ത് ഉണ്ടായൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരണത്തിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ജനങ്ങളിൽ നിന്ന് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടല്ല, അത് ആളുകളെ സഹായിക്കാൻ ബഡ്ജറ്റ് വിലയിരുത്തിയിരുന്ന ഫണ്ടിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ജനങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ. രണ്ടാമത് ഭരണകൂടം പരിഗണിക്കേണ്ട കാര്യങ്ങൾ അതേ അവസ്ഥയിലുള്ള ആളുകൾ വേറെ നാട്ടിലില്ലേ, അപ്പൊ ബഡ്ജറ്റിൽ വിലയിരുത്തിയുള്ള ഫണ്ടുകൾ ഇങ്ങനെ വിനിയോഗിക്കുന്നത് ശരിയാണോ? അത്തരം വിഷയമുള്ള ചർച്ചകൾ നടക്കാൻ വേണം. അപ്പോൾ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിനെ കുറിച്ചുണ്ടാകുന്ന മുഴുവൻ ചർച്ചകളും ശരിയല്ല എന്ന് പറയുന്നത് അങ്ങനെ അതില് നമുക്ക് യോജിപ്പൊന്നുമില്ല. മറിച്ച് ചർച്ചകളും സർക്കാരും നിലവിൽ മാക്സിമം ജനങ്ങൾ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സർക്കാർ വെക്കണമെന്ന് പറയുന്നില്ല, സർക്കാരും ഇത് ജനങ്ങളുടെ സുതാര്യമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെന്ന് വിചാരിക്കരുത്. ഉദാഹരണമായിട്ട് ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആൾക്കാർ കുഴപ്പക്കാരല്ല, ശരിക്കും കുഴപ്പക്കാരല്ല. ചില ആളുകൾ ഇത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അതിൽ പെട്ടുപോകുന്നവരാണ് ശരിക്കും, അവര് ശരിക്കും കുഴപ്പക്കാരല്ല. അതോടൊപ്പം തന്നെ എല്ലാവിധ വിമർശനങ്ങളെയും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഫാക്ട് പറയുന്നത് വേണ്ടേ. ഇപ്പോ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില ആളുകൾക്ക് സഹായം നൽകിയില്ല എന്നൊരു ചോദ്യം വരുമ്പോ ആളുകൾക്ക് ഒന്നും അത് ശരിയാണല്ലോ, ചില വ്യക്തികൾക്ക് അങ്ങനെ കൊടുത്തല്ലോ, അവർക്ക് ഈ ഫണ്ടിലേക്ക് നിർത്തി കൊടുക്കേണ്ടിണ്ടായിരുന്നു. അപ്പൊ അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക, ജനങ്ങൾ ദുരിതാശ്വാസത്തിന് വേണ്ടി അടച്ച പൈസ നിർത്തല്ല കൊടുത്തുള്ളൂ. അതേ സമയത്ത് ദുരിതാശ്വാസ ഫണ്ടിക്ക് ബഡ്ജറ്റ് വിലയിരുത്തിയുള്ള പൈസന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാത്തൊരു ഇതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. അതെ, പൊതുജനങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, സമാനമായ ദുരന്തം അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം അഡ്രസ് ചെയ്യപ്പെട്ട ചോദ്യം. അപ്പോൾ അതിന്റെ ഭരണകൂടം വിശദീകരിക്കാൻ ബാധ്യസ്ഥരുമാണ്, അവർ ബാധ്യസ്ഥത കാണിക്കാൻ വേണം, വിശദീകരിക്കാൻ വേണം. എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രൈസിസ് പീരീഡിൽ എല്ലാ ചർച്ചകളും നടത്തി കഴിഞ്ഞ് പരിഹരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ദുരന്തം വന്നു നിൽക്കും. പിന്നെ അതിലിപ്പോ ഈ നമ്മുടെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ, ഈ ക്രൈസിസ് ഉണ്ടായതിന്റെ ഉത്തരവാദി ആരാണ്? ഇവിടുത്തെ സർക്കാരാണോ, കേന്ദ്ര സർക്കാരാണോ, ഇവിടെ വീട് പണിത ആൾക്കാരാണോ, കുന്നിടിച്ച ആൾക്കാരാണോ, കോറിക്കാരാണോ? പക്ഷെ നിലവില് ഈ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ് ഇങ്ങനത്തെ ഒരു ദുരന്തം. ഞാനും താനും അടക്കമുള്ള എല്ലാവരുടെയും, അല്ലെങ്കിൽ ഇപ്പൊ കോറി ഇത് പറയുന്നു, കരിങ്കല്ലോണ്ടാണ് വീട് പണിയുന്നത്, പ്രവചിക്കാവുന്ന അല്ല ദുരന്തം, മണൽ എടുക്കണേന് അല്ലെങ്കിൽ മറ്റ് നമ്മള്. അത് മാത്രമല്ല, ഓരോ മനുഷ്യരും ഇങ്ങനെ ഈ കുറ്റം പറയുന്ന കാര്യങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 കോടി ജനങ്ങൾ വളരെ ചെറിയ സ്പേസിൽ ജീവിക്കുന്ന കേരളം. അവർക്കൊക്കെ ജീവിക്കണം. ജീവിക്കാൻ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും. കരിങ്കല്ലായാലും മണലായാലും 2 ഭാഗത്താണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, കരിങ്കല് കൊണ്ടും ഇഷ്ടി കൊണ്ടും വീട് വെച്ച ആളുകൾ ആരും പരിസ്ഥിതിയെ കുറിച്ച് പറയരുത് എന്നൊരു വാദം. അത് ശരിയല്ല. ആ കരിങ്കല് ഉപയോഗിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ വീട് വെച്ച ആളുകൾക്ക് പരിസ്ഥിതിയെ കുറിച്ച് പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞത്, ഇതെല്ലാത്തിനും ഉത്തരവാദി ഇത്തിരി കരിങ്കല് എടുത്തോണ്ടോ അല്ലെങ്കിൽ ഇഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിന് കൂട്ടുന്നുണ്ട്. ഇതിന് രണ്ടിനിടയിൽ കേരളം പോലത്തെ ചെറിയ സ്പേസിൽ ആളുകൾ പ്രദേശമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അല്ല, അത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കാരണം തന്നെ നമ്മള് ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയും കൂടിയാണ്. ഓരോ ആളുടെയും കടമയാണ്. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതേ സമയത്ത് നിങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തിന് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ 2018 പ്രളയത്തിന് ശേഷം 19 പ്രളയം വന്നു, 2-3 ഉരുൾപൊട്ടൽ വന്നു.
എല്ലാ വർഷവും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി പൊതുജനങ്ങള് കൂടുതൽ ഓഡിറ്റ് ചെയ്യും വേണം. പിന്നെ എന്ത് അതും കാര്യം എന്ന് വെച്ചാൽ ഈ സമയത്ത് തന്നെ ഓഡിറ്റ് ചെയ്തിട്ടാ ഞാൻ കൊടുക്കുള്ളൂ എന്നുള്ളത്. അതെ, ഭാവിയില് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചിലപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞു വരാം. അത് അപ്പൊ ആലോചിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കാം. ചിലപ്പോൾ അതൊരു പൂർണ്ണമായിട്ടും അനുമാനങ്ങൾ മാത്രമാണെന്നും അങ്ങനെ ആയിരിക്കും തെളിയുക. അപ്പോഴും എന്താണ് ഇതിന്റെ കാര്യം നടക്കുന്നത്? ജനങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുക ദുരിതങ്ങള്, സങ്കടങ്ങള്, അതിനെ അടിയന്തരമായി പരിഗണിക്കുക. ബാക്കി ചർച്ചകൾ പിന്നെ നടക്കണം. പിന്നെ പഴയ കാലത്തേക്കാൾ കൂടുതൽ നടക്കും വേണം. പിന്നെ അത് കൂടുതൽ നടക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തായാലും ജനങ്ങളെ ഉപഭോഗശീലം ഒന്നും കുറയില്ല. ഉപഭോഗശീലം ജനങ്ങളെ വളർച്ചയുടെ കൂടെ ഭാഗമാണ്. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ സ്പേസ് ആണ്. ഇപ്പൊ നാളെ വേണമെങ്കിൽ കടലേറ്റം ഉണ്ടാവാലോ, ഇതിൽ വലിയ ദുരന്തം ഉണ്ടാവാലോ. അപ്പൊ നമ്മൾ മൊത്തം ആരെ കുറ്റം, നമ്മള് സർക്കാരിന്റെ കുറ്റം കണ്ട് കാര്യമല്ലോ. ഇത് താങ്കൾ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ്. ഇതൊരു ചെറിയ സ്പേസ് ആണ്. ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഒരു സൈഡ് മൊത്തം കടലാണ്. അപ്പൊ അങ്ങനത്തെ ഭൂപ്രകൃതി കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ഒരു കാര്യം, കേവലവാദങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിനും പരിഹാരമല്ല. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ കണ്ടില്ല അതുകൊണ്ട് മനുഷ്യൻ പഠിക്കുന്നു. ഇങ്ങനെ ദുരന്തങ്ങൾ കണ്ട് മനുഷ്യൻ പഠിക്കാത്തത് കൊണ്ടും അടങ്ങിയിരിക്കാത്തത് കൊണ്ടുമാണ് മനുഷ്യൻ ഇത്ര വികസിച്ചത്. അല്ലാണ്ട് ഇതൊക്കെ കണ്ട് പഠിച്ച് അടങ്ങി എല്ലാ ഡൗൺ ടു എർത്ത് പറഞ്ഞ് മനുഷ്യൻ ഒരു പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യമുള്ളത് ഇതൊക്കെ നമ്മളെ ഹിസ്റ്ററിയുടെ മനുഷ്യൻ പ്രകൃതിനെ അതിജീവിച്ചു വന്നുകൊണ്ടാണ് ഇത്ര മുന്നോട്ട് പോയത്. പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ നമ്മള് മനുഷ്യൻ പ്രോഗ്രസ് ചെയ്യില്ല. അങ്ങനെ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വളർച്ച എവിടെ നമുക്ക് അങ്ങനെ തന്നെ മനുഷ്യൻ പ്രോഗ്രസ് ആയിട്ടുള്ളത് പ്രകൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മാത്രമാണ്. എന്തൊക്കെ സാധ്യമല്ല എന്ന് പറയുന്നതൊക്കെ സാധ്യമാക്കാന്നുള്ളതാണ്. കണ്ടുപിടുത്തങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് മറികടക്കലാണ് മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. അതിജീവനം, അതിന് കൂട്ടായ പ്രവർത്തനം ഈ സമയത്ത് വേണം. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് ചെയ്യോ മറ്റു കാര്യങ്ങളിലേക്ക് അങ്ങനെ വരുമ്പോ അത്തരം ഒരു മറികടക്കലിന്റെ ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ടായി നിൽക്കാവുന്നത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാന്നുള്ളതാണ്. അതിൽ പിന്നെ ഒരു വാദം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് ആളുകൾ അവരുടേതായ രീതിയിൽ അവരുടെ ആളുകളൊക്കെ കമ്പാർട്ട്മെന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആ കമ്പാർട്ട്മെന്റ് ഇന്ന് നിർത്തിവെക്കും, നിങ്ങളൊന്നും കമ്പാർട്ട്മെന്റ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവർ പറയായിരിക്കും എന്റെ സംഘടന നേരത്തെ പറഞ്ഞ എക്സ് ആണ്, ഞാൻ അവർക്ക് 10 ചാക്കരി കൊടുത്തയച്ചു, 10 ചാക്കരി കൊടുത്തയക്കട്ടെ, അത് അവരങ്ങനെ തന്നെ ചെയ്യട്ടെ, അവർക്ക് അതാണ് വിശ്വാസം, അങ്ങനെ ചെയ്യട്ടെ. കാരണം അവർക്ക് തിരിച്ചാരോപണങ്ങൾ പറയാനുണ്ടാവില്ല. അവിടെ വിഷയമുള്ളത് എക്കായാലും ബിക്കായാലും ആ കാശ് നിങ്ങൾ എന്ത് ചെയ്ത് അണാപ്പയിരെ കണക്ക് ഞങ്ങൾക്ക് വരണമെന്ന്. ഇപ്പോൾ പ്രളയം 2018 ആണ് ഒന്നാമത്തെ പ്രളയം കഴിഞ്ഞ്. ഇപ്പോഴും അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്താ? ആ ഏജൻസി ഗവൺമെന്റ് ആയതുകൊണ്ടാണ്. ഇങ്ങനെ കൊണ്ടുപോയ ഒരാളോടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്താണ്? അവരവരെ വിലപ്പെട്ട സമയവും കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അങ്ങോട്ട് എത്തിച്ച ആളുകളാണ്. അവരോട് ആ ചോദ്യം ചോദിക്കാൻ മറിച്ച് ഇവര് ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ ഇത് പെടും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഓഡിറ്റ് ചെയ്യപ്പെടാം. പിന്നെ അടുത്ത കാര്യം, ഓഡിറ്റ് ചെയ്യപ്പെടാ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മോശം കാര്യമല്ല. മറിച്ച് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതും ഇതിനെ സുതാര്യപ്പെടുത്താനായിരിക്കണം. അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ആ ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ എല്ലാവരുടെയും ഒരു എക്സ്ട്രാ പൈസൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കാന്ന് തോന്നുന്നൊരു മനോഹരം മലയാളികൾക്കിടയിൽ വരുന്നുണ്ട്. തെറ്റിദ്ധാരണ വരുത്തുന്ന ആളുകള് മുമ്പും കൊടുക്കാത്ത ആൾക്കാരായിരിക്കും. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും പൊതുജനങ്ങൾ മുന്നോട്ട് വരുന്നു. ഈ വാദങ്ങളും ആളുകളടക്കമുള്ള എല്ലാ തരത്ത ആളുകളും അവിടെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ നോക്കി ഗവൺമെന്റ് നിയന്ത്രിക്കേണ്ടി വരും. സഹായത്തിക്കുന്ന അതാണ് ഭക്ഷണം, വസ്ത്രം ഒക്കെ കൂടുതൽ വരികയാണ്. സന്നദ്ധ പ്രവർത്തകർ വരികയാണ്. നമ്മള് പറഞ്ഞു കേൾക്കപ്പെടുന്ന കടകൾ മാത്രമല്ല, നമ്മ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഒരുപാട് വാർത്തകൾ വരാത്ത ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതൊക്കെ മലയാളികളെ അറിയപ്പെടാണ്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഏതെങ്കിലും ഐഡിയോളജിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും നമുക്ക് അതിനെ തിരിക്കാൻ പറ്റില്ല. മറിച്ച് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഐഡിയോളജിയുടെ ഭാഗമായിട്ടും ഈ പ്രവർത്തനങ്ങളുടെ ഒഴുക്കിന് തടസ്സം ഉണ്ടാവരുന്നുള്ളതാണ് നാട്ടിലെ കാര്യങ്ങളിൽ ഇത്തിരി ആകാംക്ഷയുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇതിനേക്കാളും ആകാംക്ഷയുള്ള ആളുകൾ നാട്ടിലുണ്ടോ?
നമ്മളൊക്കെ എന്നെ വർത്താൻ പറയാണ്, പക്ഷെ അതിനേക്കാളും ഗൗരവപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. പുതിയ ഒരു തലമുറ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് സമൂഹത്തില് കേരളത്തിലാണ് ഇങ്ങനെ കൂടുതൽ ഉണ്ടാവണം എന്നൊരു ധാരണയുണ്ട്. അതിലും പലയിടത്തും ഇപ്പൊ മുരളീധുമാരുടെ ഒക്കെ എഴുതിയ സ്ഥലങ്ങളൊക്കെ വായിക്കുമ്പോ ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അമേരിക്കയിലും ജപ്പാനിലും എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ എത്ര ഭാഗത്ത് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. ലോകത്തുണ്ടാവണ ഇതിനും വലിയ ദുരന്തങ്ങൾ. പിന്നെന്താണ് മലയാളികളുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് പെട്ടെന്ന് കളക്റ്റീവായി ചെയ്യാനുള്ള കാര്യം. നമ്മൾ ഈ മാസിന്റെ മനഃശാസ്ത്രത്തിന്റെ കുഴപ്പങ്ങൾ പറയുമ്പോൾ മാസിന്റെ മനഃശാസ്ത്രത്തിന്റെ ചില ഗുണങ്ങളാണ് ഈ കാണുന്നത്. ഒറ്റ പിരിവിലൂടെ ലക്ഷങ്ങളാണ് പിരിക്കുക. ഇപ്പോ ഒരു വിമാനത്താവളത്തിൽ നടക്കുമ്പോ എത്ര ആളുകൾ, എത്ര ആളുകളാണ്. അങ്ങനെ ഇതിന് വേണ്ടാന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവനും കാശ് കൊടുക്കണ്ടായിരിക്കും, സഹായം കൊടുക്കണ്ടായിരിക്കും. ഭാഗമായിട്ട് ചെയ്യാണ്. പൊതുവായിട്ട് പൊതുവിടങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നവരും അയാൾ അറിയുന്ന ഒരാൾ പോയിട്ട് ഒരു സഹായം ചെയ്യുന്ന പറയുമ്പോൾ അയാൾ 10,000 രൂപ എടുത്ത് കൊടുക്കും. ഇതിൽ തിരിച്ചുണ്ട്. സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ആളുകളെ കൊടുക്കുന്നില്ല. അപ്പോ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് കേരളത്തില് നടക്കേണ്ടതല്ല, നടക്കുന്നത് തന്നെയാണ്. ആളുകൾ വളരെ ലൈവാണ്, ആളുകൾ വളരെ സഹജീവി സ്നേഹമുള്ള ആളുകളാണ്. ഇപ്പോ നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മളേതായ രീതി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്ര ഒരു കാര്യം ചെയ്യുമ്പോ ഒന്നും ഇല്ലാത്ത ആള് ചിലപ്പോ 500 രൂപ നുള്ളി പറക്കി നമ്മുടെ ഉദ്ദേശം ഡ്രസ് കൊടുക്കണ്ടായിരിക്കും. ജനങ്ങളിൽ എത്തിച്ച് സഹായം, അങ്ങനെ അയാൾക്ക് ഒന്നുമില്ലാത്ത ഒരാൾക്ക് പറ്റുന്ന ഒരു സഹായം ഇതിലൂടെ ചെയ്യാം. അത് തന്നെയാണ്.